ഹലോ ഗൈസ്, അപ്പോൾ നമുക്കൊന്നൊരു പർച്ചേസിങ് വീഡിയോ കണ്ടാലോ? നമുക്കൊന്ന് കോഴിക്കോട് മിഠായി തെരുവ് വരെ പോവാം. അപ്പോൾ ഇതാ ഞങ്ങൾ കുഞ്ഞുമണി അമ്മയ്ക്കായിട്ട് പുറത്തിറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവൾക്ക് വാശിൻ്റെ കൂടെ വരുന്നത്. അപ്പോൾ അവളെയും കൂട്ടി ഞങ്ങൾ ഇതാ പോവുകയാണ്. ഞങ്ങൾക്ക് സ്കൂട്ടറിൽ പോകാൻ പറ്റില്ല, അവിടേക്ക് പിന്നെ കാറൊന്നും കിടക്കില്ല കേട്ടോ. സ്കൂട്ടറിൽ അല്ലെങ്കിൽ നമ്മൾ ഓട്ടോയിൽ ബസ്സിലൊക്കെ ആയിട്ട് അവിടെ എത്തണം. അപ്പോൾ ഞങ്ങൾ ഒരു ഓട്ടോ കയറി. അപ്പോൾ പുറത്ത് കുറച്ച് തിരക്കുണ്ടായിരുന്നു, നല്ല വെയിലുണ്ടായിരുന്നു. ഞങ്ങൾ 4 മണി ആവാറായി, എന്നിട്ട് നല്ല വെയിലുണ്ടായിരുന്നു. അപ്പോൾ കൊച്ചി പീക്കിൽ തന്നെ നോക്കി ചിരിക്കുന്നുണ്ട് വീഡിയോ എടുക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷൻ റോഡ് ആ സൈഡിൽ നിന്നാട്ടോ കയറിയത്. ബാക്ക് ഭാഗം എന്ന് വേണമെങ്കിൽ പറയാം. മിഠായി തെരുവിൻ്റെ 3 പോർഷനിൽ നിന്ന് നമുക്ക് കയറാം, 3 വഴി കയറാം. ഒന്ന് താജ് റോഡ്, പിന്നെ റെയിൽവേ സ്റ്റേഷൻ റോഡ്, അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ മാനാഞ്ചിറ വഴി. അതാണ് മെയിൻ എൻട്രൻസ് വരുന്നത് കേട്ടോ. അപ്പോൾ അതെനിക്കതിൽ കാണിച്ചു തരാൻ പറ്റിയില്ല, ഞങ്ങൾ ഈ ഭാഗത്ത് നിന്നുകൊണ്ട്. പിന്നെ നമ്മൾ കോയിൻകോ ബസാർ കയറി. അത് നേരെ സ്ട്രീറ്റ് നടന്ന് വരുമ്പോൾ നമ്മൾ ഗ്രാൻഡ് ബസാർ കാണും. ഗ്രാൻഡ് ബസാർ ഉള്ളിൽ കയറി സ്റ്റാർട്ടിങ് നിൽക്കുമ്പോൾ തന്നെ നമുക്ക് ബ്രദേഴ്സ് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ കോഴിക്കോടുള്ള സമയത്തൊക്കെ ബ്രദേഴ്സിലാണ് വരാറ്. ഒരുവിധം മിക്ക ഐറ്റംസും നമുക്ക് അവിടെ നിന്ന് കിട്ടും. ഏത് ടൈപ്പ് ലേസും ഏത് ടൈപ്പ് പേൾസും ആണെങ്കിലും അവിടെ കിട്ടും കേട്ടോ നമുക്ക്. അപ്പോൾ ഞാൻ അവിടെ കയറി ജസ്റ്റ് എനിക്കെല്ലാം കിട്ടുമെന്നുള്ള വിശ്വാസത്തിൽ അവിടെ പോകുമായിരുന്നു. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഫസ്റ്റ് പോയത്, പേൾസിൻ്റെ അവിടെ ആയിരുന്നു. അപ്പോൾ അത് നമുക്ക് കിട്ടേണ്ട ഐറ്റംസൊക്കെ അവിടെ നിന്ന് കിട്ടി. പിന്നെ അവിടെ നിന്ന് ഇറങ്ങി പിന്നെ പോയത് ഇതേപോലെ തന്നെ കുറച്ച് താഴ്ഭാഗത്തായിട്ട് ലേസിൻ്റെ, കോട്ടൺ ലേസിൻ്റെ മാത്രം ഒരു പോർഷനാണ് കേട്ടോ. പിന്നെ നമുക്കവിടെ പോകേണ്ട ആവശ്യമില്ല. ഈ കാണുന്ന പോലെ തന്നെ ഫുള്ള് അട്ടിയിട്ട പോലെ ലേസുകളാണ്. പിന്നെ നമ്മൾ സൈഡ് സ്റ്റെയർ കയറിയിട്ട് മുകളിലാണ് കേട്ടോ നമുക്ക് വേണ്ട ത്രെഡൊക്കെ ഉള്ളത്, ആങ്കർ ത്രെഡൊക്കെ ഉള്ളത്. താഴെ നമുക്ക് ക്വാളിറ്റി കുറഞ്ഞ ത്രെഡുകളുണ്ട്. അപ്പോൾ വിയർത്ത് ഒലിച്ചിട്ടോ, കാരണം ഭയങ്കര ചൂടായിരുന്നു അവിടെ. നിൽക്കാൻ പറ്റാത്ത അത്ര ചൂടായിരുന്നു. ഇതിൽ ഫുള്ള് ഐറ്റംസ് ഫുള്ള് തിക്കായിട്ട് വെച്ചിരിക്കുക അവർ. അപ്പോൾ 2 സൈഡിൽ മാല പോലെ കോർത്തിട്ടിരിക്കുക സ്റ്റെയറിൽ. അപ്പോൾ മോള് ഒറ്റയ്ക്ക് കയറാൻ നല്ല വാശിയിലായിരുന്നു. അപ്പോൾ അവളിങ്ങനെ ഒറ്റയ്ക്ക് കയറി പോയി, 2 സൈഡിൽ തട്ടുന്നുണ്ടല്ലോ, അപ്പോൾ അതൊരു രസം അവൾക്ക്. പിന്നെ അങ്ങനെ കയറി ഞങ്ങൾ മുകളിലെത്തി. അപ്പോൾ അവിടെ നോക്കുമ്പോൾ ഫുള്ള് ഇതേപോലെ തന്നെ മാല കോർത്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു തൃശ്ശൂർ ഇത്രയധികം കളക്ഷൻസ് ഇല്ല എന്ന് തോന്നുന്നു. ഞാനവിടെ ഫെജിയിൽ പോകാറ്, പക്ഷെ ഇങ്ങനെ അത്രയും തിക്ക് പിടിച്ച പോലെയായിരുന്നു ഐറ്റംസ് ഫുള്ള് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഫുള്ള് ത്രെഡുകൾ നമ്മൾ ഉദ്ദേശിച്ചൊരു കളർ കിട്ടി കേട്ടോ, വർക്ക് ചെയ്യാനുള്ള ത്രെഡുകൾ കിട്ടി. പിന്നെ ലേസുകളാണ് ഇവിടെ മെയിൻ. ഏത് തരം ടൈപ്പ് ലേസ് വേണമെങ്കിലും ഉണ്ടാവും. ഒട്ടിക്കുന്നതോ അതേപോലത്തെ നമ്മൾ തുന്നി വെക്കുന്നതോ സ്റ്റിച്ച് ചെയ്ത് വെക്കണതോ, ഏത് ടൈപ്പ് മിറർ വർക്കോ കട്ടൂബ്സ് വെച്ചിട്ടുള്ളതോ ഏത് വേണമെങ്കിലും അവിടെ ഉണ്ട് കേട്ടോ. വലിയൊരു സെക്ഷൻ ഫുള്ള് ലേസിന് മാത്രമാണ്. നമ്മൾ ഉദ്ദേശിച്ച ലേസ് അവിടെ കിട്ടിയിരിക്കും. പിന്നെ നമ്മൾ ഈ ഡിസൈനൊക്കെ വരയ്ക്കാൻ പറ്റിയ പെൻസിലുകളൊക്കെ അവിടെ ഉണ്ട് കേട്ടോ, ഏത് കളറിൽ വേണമെങ്കിലും ഉണ്ട്. അപ്പോൾ അവിടുന്ന് ഇതൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കി ഞങ്ങൾ ത്രെഡ് വാങ്ങിച്ച് ഇറങ്ങി കേട്ടോ. ഞാൻ മിക്കപ്പോഴും മിഠായി തെരുവ് വരുമ്പോൾ ഇവിടെ വരും, കാരണം എനിക്ക് വേണ്ട ഐറ്റംസ് ഇവിടെ കിട്ടാറുണ്ട്. പക്ഷെ റേറ്റ് അത്ര വലിയ കുറവൊന്നും പറയാനില്ല, കാരണം തൃശ്ശൂരിലുള്ളതിൻ്റെ അടുത്ത റേറ്റൊക്കെ തന്നെ ഇവിടെ ഉണ്ട്. തൃശ്ശൂരിനേക്കാളും കൂടുതൽ ചിലതിനൊക്കെ വരുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. ത്രെഡിനൊക്കെ തൃശ്ശൂർ 10 ഉള്ളൂ, ഇവിടെ 13 വരുന്നുണ്ട്. പിന്നെ മെയിൻ പ്രശ്നം ഈ ചൂടാണ്. വന്നു കഴിഞ്ഞാൽ ഭയങ്കര ചൂട്, നമ്മൾ വേർത്ത് അവിടെ നിന്ന് ഇറങ്ങുമ്പോഴേക്കും. അങ്ങനെ മോളായിട്ട് ഞങ്ങൾ ഇവിടുന്ന് പുറത്തിറങ്ങി. അവൾക്ക് ക്ഷീണമായി. പിന്നെ അവൾക്ക് ലോലിപ്പോപ്പൊക്കെ മേടിച്ച് കൊടുക്കാമെന്ന് പറഞ്ഞ് ഞങ്ങൾ ഡിസ്ട്രിക്റ്റിൽ കൂട്ടിക്കൊണ്ടുവന്നു. പിന്നെ കുറച്ച് സന്ധ്യയായിട്ടോ, ഞങ്ങൾ വന്നേക്കാളും കുറച്ചുകൂടി തിരക്ക് കൂടിയത്. ഇപ്പോൾ നമ്മൾ ഫ്രണ്ട് താജ് റോഡിൻ്റെ ആ ഭാഗത്താണ് ഇവിടെ എത്തിയിട്ടുള്ളത്. അവിടെ ഞങ്ങൾ കുഞ്ഞുമണികൾക്ക് കുറച്ച് ട്രൗസറും ടീഷർട്ട്സൊക്കെ വീട്ടിലിടാനായിട്ട് വാങ്ങിച്ചു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്.